റമദാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ്, പാപമോചനത്തിന്റെ പത്താണ്. ഈ ഒരു 10 ദിവസം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി യാചിക്കേണ്ട ദിനരാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 10 നമ്മൾ ചൊല്ലുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എന്റെ എല്ലാ ദോഷങ്ങളും നീ എനിക്ക് പുറത്തു തരണേ. അത് നമ്മൾ കൂടുതൽ ഈ 10 പതിവാക്കുകയും ആത്മാർത്ഥമായി എന്റെ ദോഷങ്ങളെല്ലാം എനിക്ക് പുറത്തു കിട്ടണം എന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുകയും വേണം. തെറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിശാച് അവന് തോന്നിപ്പിച്ചു കൊടുക്കുക, ഇനി നിനക്ക് നന്നാവാനൊന്നും കഴിയൂല, ഇനി ഏതായാലും ഇത്രയൊക്കെ കാലം തെറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോ നന്നായിട്ടെന്താ, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് പിശാച് തോന്നിപ്പിക്കുക. ആ ചിന്തയിൽ നമ്മെ തളച്ചിടാൻ പിശാചിന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരും എന്നാണ്. അത് തെറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായി നമ്മൾ കാണരുത്, മറിച്ച് തെറ്റ് ചെയ്താൽ ഈ രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായി, ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്.